അഭിനയം എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടമാണ്, കൊള്ളാം. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും ഒരു നടന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു പുരുഷപക്ഷ സിനിമയാണെന്ന് എനിക്ക് തോന്നി. സ്ത്രീകൾ ഫേക്ക് കേസ് കൊടുക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇത് മാത്രമാണോ സത്യം എന്ന് നോക്കണം. പുരുഷനെതിരെ ഒരുപാട് സ്ത്രീകൾ ഫേക്ക് കേസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പ്രൊജക്റ്റ് ചെയ്തോ എന്ന് എനിക്കൊരു സംശയം. കുറച്ച് സ്ത്രീകളുടെ പ്രശ്നം കൂടി പറയാമായിരുന്നു എനിക്ക് തോന്നുന്നു. മാറി ചെയ്യാണല്ലോ. ഇവിടെ വന്നപ്പോൾ എന്താ അവസ്ഥ? നമ്മുടെ അനുഭവിക്കുന്ന നമ്മുടെ വേദന, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചുവന്നുകൊണ്ട് നടക്കുന്ന ഒരു വേദനയുണ്ട്. എന്താ, നമുക്കൊരു പുരുഷന്മാർക്ക് ഒരു അംഗീകാരമില്ല, ഒരു വിലയില്ല, നിലയില്ല. ശരിക്കും ഈ സിനിമയിൽ അത് തന്നെയാണ് പറയുന്നത്. ഇത് പുരുഷന്മാരുടെ കൃത്യമായി പുരുഷന്മാർക്ക് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇത് വിവാദമാണ്. പക്ഷേ സ്ത്രീകൾക്കെതിരെ എന്ന് പറയുമ്പോൾ അവർക്കുള്ള അനാവശ്യമായിട്ടുള്ള പറയുന്നത് നിയമം എന്താണെന്ന് പഠിക്കുക. ഒരു പുരുഷനെന്ന് പറയുമ്പോൾ ഒരു സങ്കല്പമില്ലേ സ്ത്രീകൾക്ക്? അത് കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അത് പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. ഇതൊക്കെ പാലിക്കുക. അപ്പൊ ഇത്തരം പാലിക്കാത്ത കുറെ സ്ത്രീകൾക്കെതിരെയുള്ള കഥ തന്നെയാണ് ആസിഫ് അലി എന്ന് പറയുന്ന ഈ നടൻ ഈ സിനിമയിൽ ചെയ്തേക്കുന്നത്. സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഭാവിയുള്ള മലയാളത്തിൽ ഞാൻ പറയണം, ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കെല്ലാം വലിച്ചിട്ടുണ്ട്. ഞാൻ പറയാണ്, ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി പറയാണ്, ഇതിന് നല്ല ഭാവിയുണ്ട്. മലയാളത്തിന് നല്ലൊരു നടിയായിട്ട് ഇത് മാറട്ടെ. ഞാൻ പറഞ്ഞതെല്ലാം പ്രവചനം കറക്റ്റാണ്. സൂപ്പർ നടിയാവും, നല്ല ഭാവിയുണ്ട്. സിനിമ ബ്രില്യന്റ് സിനിമയാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കുടുംബ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, പുരുഷന്മാർക്ക് വേണ്ടി കൂടി അങ്ങനെ സംസാരിക്കണം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. സ്ത്രീകൾക്കും ഇഷ്ടപ്പെടും, സ്ത്രീകളും കാണണം, അത് തിരിച്ചറിയണം. ആസിഫിന്റെ ഒരു നല്ല ഇമോഷണൽ പെർഫോമൻസ് അതിനകത്ത് ആക്ടേഴ്സ് എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, എല്ലാവരും തിയേറ്ററുകളിലേക്ക് വന്ന് കാണണം. നല്ലൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ പെരുന്നാൾ സീസണിൽ ഫാമിലിയോടെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ പോയി കാണുക. ആസിഫിക്കയുടെയൊക്കെ നല്ല പെർഫോമൻസ് ആണ്, എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. അപ്പോൾ എനിക്ക് ഇതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. താങ്ക് യു. ആഭ്യന്തര കുറ്റവാളി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. എല്ലാ ഫാമിലി ഓഡിയൻസിനും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡുള്ള ഒരു മൂവിയാണ്. നല്ല ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മൂവിൽ പറഞ്ഞു പോകുന്നുണ്ട്. കൂടാതെ നമ്മുടെ സൊസൈറ്റിയിൽ പറയേണ്ട ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് തന്നെ ഫാമിലി ആയിട്ട് കണ്ട് അഭിപ്രായങ്ങൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല ഹാപ്പിയാണ്. ടീം എല്ലാവരും ഹാപ്പിയാണ്.